മുഖ്യമന്ത്രിയുടെ പ്രചരണ പരിപാടി ഇന്ന് കൊല്ലത്താണ്. കൊട്ടാരക്കര, ചടയമംഗലം മണ്ഡലങ്ങളിലാണ് പ്രചാരണം. വിനീഷ് അവിടെ നിന്നും വിവരങ്ങളുമായി ചേരുകയാണ്. വിനീഷ്, കൊല്ലത്തിന്റെ ചുവന്ന മണ്ണിലേക്ക് മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് ആവേശം പകരാനായി എത്തുകയാണ്. നമുക്കറിയാം, കൊല്ലം എന്നും ഇടതിന്റെ ഉറച്ച കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചില തിരിച്ചടികൾ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. അപ്പോൾ ആ പോരായ്മയൊക്കെ കവർ ചെയ്യുക എന്നതാണോ മുഖ്യമന്ത്രിയുടെ വരവിന്റെ ഉദ്ദേശം? എവിടെയൊക്കെയാണ് പരിപാടികൾ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? തീർച്ചയായും രേണുക പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വരവ് വലിയൊരു പ്രതീക്ഷ തന്നെയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ കോട്ടയായി മാറിയ പലയിടത്തും തിരിച്ചടി നേരിട്ടിരുന്നു. അപ്പോൾ അത് ഈ നിയമസഭാ ഇലക്ഷനിൽ പ്രതിഫലിക്കാതിരിക്കാൻ വേണ്ടിയ വലിയൊരു പ്രതീക്ഷ തന്നെ ആകും ഈ ഒരു വരവ്. നമുക്കറിയാം, എന്തായാലും മുഖ്യമന്ത്രി ഇന്ന് രാവിലെ 10 മണിക്ക് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. കൊല്ലത്താണ് മാധ്യമങ്ങളെ കാണുന്നത്. അതിനുശേഷമാണ് ചവറയിൽ ഒരു പരിപാടിയുണ്ട്. 11 മണിയോടുകൂടി ചവറ നിയോജക മണ്ഡലത്തിലെ പ്രചരണ പരിപാടിയിൽ പങ്കെടുക്കുകയും അഭിവാദ്യം അർപ്പിക്കുകയും, അതുപോലെ തന്നെ വൈകിട്ട് 4 മണിക്ക് കൊല്ലം നിയോജക മണ്ഡലത്തിലെ അഞ്ചാലുമൂട്ടിൽ പ്രവർത്തകരെ കാണുന്നു, അഭിവാദ്യം അർപ്പിക്കുന്നു. വൈകിട്ട് 5 മണിക്കാണ് കൊട്ടാരക്കരയിൽ മുഖ്യമന്ത്രി എത്തുക. നമുക്കറിയാം, കൊട്ടാരക്കരയിൽ മുൻ MLA ആയിരുന്ന ഐഷ പോറ്റിയുടെ ഒരു കൂറുമാറ്റം UDF-ലേക്ക് പോകുന്നു. ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു. ഇതെല്ലാം വലിയൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കെ മുഖ്യമന്ത്രി എന്ത് പറയും എന്നുള്ളത് ഇവിടെയുള്ളവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. എന്തായാലും വൈകിട്ട് 6 മണിക്ക് ചടയമംഗലം മണ്ഡലത്തിൽ മുഖ്യമന്ത്രി എത്തുകയും പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയും ചെയ്യുന്നു. അത് കണക്കലാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ മുഖ്യമന്ത്രിയുടെ വരവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ പ്രതീക്ഷകൾ ജില്ലയിലുണ്ട്. ഇടതിന്റെ കോട്ടയായി മാറിയ പല സ്ഥലങ്ങളിലും പല മണ്ഡലങ്ങളിലും കൂടുതലും ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഒരു ഉദ്ദേശമാണ്. വോട്ടുകൾ ഉറപ്പിക്കുക എന്നുള്ളത് ഉദ്ദേശമാണ്. എന്തായാലും എല്ലാവരും, പ്രവർത്തകരെല്ലാം തന്നെ വലിയ ആവേശത്തിലാണ് രേണുക. വലിയ ആവേശമാണ്. മുഖ്യമന്ത്രി 10 മണിക്ക് മാധ്യമങ്ങളെ കാണും എന്നതാണ് അറിയുന്നത് കൊല്ലത്ത്. അപ്പോൾ വിശദമായി തന്നെ തെരഞ്ഞെടുപ്പിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുകയാണ്. മാത്രവുമല്ല, പാർട്ടിക്കൊപ്പം നിന്നിട്ട് മറുകണ്ഠം ചാടിയവരെ എന്ത് പറയുന്നു മുഖ്യമന്ത്രി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, G. സുധാകരനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയ പരാമർശം അത് വലിയ ചർച്ചയായിരുന്നു. ചെറ്റത്തരം പരാമർശം വലിയ രീതിയിൽ സമൂഹം ചർച്ച ചെയ്യുമ്പോൾ പോലും അതിനെ ന്യായീകരിച്ച് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഐഷ പോറ്റിയുടെ വിഷയത്തിൽ കൊല്ലത്ത് ആ രീതിയിൽ എന്തെങ്കിലും പറയുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. CPM ബന്ധം ഉപേക്ഷിച്ചു പോയ ഐഷ പോറ്റിയുടെ കാര്യത്തിൽ എന്തായിരിക്കും മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്നതറിയാനുള്ള ഒരു കൗതുകം കൂടിയുണ്ട്. എന്തായാലും ഇന്ന് കൊല്ലത്താണ് മുഖ്യമന്ത്രി ഉള്ളത്. അവിടെ 2 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിപാടികളിൽ പങ്കെടുക്കും. ഒപ്പം മാധ്യമങ്ങളെ കാണും. 10 മണിക്ക് വാർത്താ സമ്മേളനമുണ്ട് എന്നതാണ് വിനീഷ് നൽകുന്ന വിവരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.